നമസ്കാരം. ഇന്നലെ കണ്ണൂരിലുണ്ടായ ദാരുണമായ അപകടത്തിന്റെ വേദനാജനകമായ ദൃശ്യങ്ങൾ മലയാളികളുടെ മനസ്സിൽ നിന്നും ഇന്നെന്നല്ല ഒരിക്കലും മായാൻ പോകുന്നില്ല. അഗ്നി അവരെ വിഴുങ്ങുന്നത്, നിസ്സഹായരായി രക്ഷപ്പെട്ട അവരുടെ മാതാപിതാക്കൾ നിലവിളിക്കുന്നത് ഓരോ മലയാളിയുടെയും മനസ്സിലെ തീരാ നോവായി തുടരും. ഞാൻ സങ്കടത്തോടുകൂടി ആ ദൃശ്യങ്ങൾ പലവരും കണ്ടു. സഹിക്കാൻ കഴിയാത്ത വേദനയോടെ, ആശങ്കയോടെ. സ്വന്തം മകളും മകളുടെ വയറ്റിൽ കിടക്കുന്ന പൂർണ്ണ വളർച്ചയെത്തിയ കുഞ്ഞും മകളുടെ ഭർത്താവും കത്തിയെരിയുകയാണ്. അവരോടൊപ്പം കത്തിച്ചാമ്പലാവേണ്ട ആ മാതാപിതാക്കൾ മരണത്തിന് തൊട്ടു മുൻപ് മകൻ നൽകിയ തണലിൽ രക്ഷപ്പെട്ടിരിക്കുന്നു. അവരുടെ കൺമുമ്പിൽ വെച്ച് അവർ കത്തിച്ചാമ്പലാവുന്നു. രക്ഷിക്കണേ എന്ന് നിലവിളിക്കുന്നു. രക്ഷിക്കാൻ ആർക്കും സാധിക്കാത്ത അതിദാരുണമായ കാഴ്ച. ഈ അടുത്ത കാലത്ത് ഇത്രയേറെ വേട്ടയാടപ്പെട്ട ഒരു ദൃശ്യം എൻ്റെ മുൻപിൽ എത്തിയിട്ടില്ല. ഇതൊരു പ്രജിത്തിന്റെയോ റീഷയുടെയോ ദുരന്ത കഥ മാത്രമല്ല. നാളെ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീട്ടിലോ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ സംഭവിക്കാവുന്ന ദുരന്തമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായി? എന്തുകൊണ്ട് അവർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല? നമ്മൾ ചർച്ച ചെയ്തേ മതിയാവൂ. ഇവിടെ ഇന്നലെ ചാനലുകൾ മാറി മാറി അതിദാരുണമായി കാഴ്ച കാണിക്കുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു ഏതു വാഹനമാണ് കത്തിയതെന്ന്. പരിചയമുള്ളവരോട് ചോദിച്ചപ്പോൾ അവർ വാഹനത്തിന്റെ പേര് പറഞ്ഞു, മാരുതി എസ്പ്രസോ. കണ്ണൂരിലെ ഞങ്ങളുടെ ലേഖകൻ പോലീസിൽ അന്വേഷിച്ചു, എസ്പ്രസോ എന്ന് തന്നെ പേര് പറഞ്ഞു. എന്നാൽ ഇന്നലെ ഒരു ചാനലും മാരുതി എസ്പ്രസോ എന്ന കാറാണ് കത്തിയതെന്ന് പറഞ്ഞില്ല. ഞാൻ ഇന്ന് രാവിലെ ആദ്യം ചെയ്തത് ഇന്നത്തെ എല്ലാ പത്രങ്ങളും എടുത്തു നോക്കുകയായിരുന്നു. എല്ലാ പത്രങ്ങളിലും ആ കണ്ണീർ കാഴ്ചകൾ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഒരു പത്രവും മാരുതി എസ്പ്രസോ എന്ന് പേര് കൊടുത്തിട്ടില്ല. എല്ലാ വാർത്തകളും ഞാൻ സൂക്ഷ്മമായി വായിച്ചില്ല, പക്ഷെ എൻ്റെ കണ്ണിൽ പെട്ടിട്ടില്ല എന്ന് പറയുന്നതാവും. ചില പത്രങ്ങൾ കൊടുത്തിട്ടുണ്ടാവാം, പക്ഷെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. സാധാരണക്കാരൻ ഒരു പത്രം വായിക്കുമ്പോൾ അവന് തിരിച്ചറിയാവുന്ന വിധത്തിൽ ഒരു പത്രവും ഒരു ചാനലും മാരുതി എസ്പ്രസോ എന്ന് കൊടുത്തിട്ടില്ല. എന്തുകൊണ്ടാണ് മാരുതി എസ്പ്രസോയുടെ പേര് കൊടുക്കാത്തത്? ഏത് അപകടങ്ങൾ ഉണ്ടായാലും അതിൻ്റെ എല്ലാ വിശദാംശങ്ങളും കൊടുക്കുന്നവർ എന്തുകൊണ്ടാണ് അപകട കാരണമായ ആ കാറിന്റെ പേര് മാത്രം കൊടുക്കാത്തത്? ഗൗരവമായി നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് ഉത്തരം ഒന്നേ ഉള്ളൂ. മാരുതി കമ്പനി ഈ പത്രസ്ഥാപനങ്ങൾക്കെല്ലാം, ഈ ചാനലുകൾക്കെല്ലാം പരസ്യം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് മാരുതി കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് തീ പിടിച്ചു എന്ന് കേട്ടാൽ അവർക്ക് വിഷമമുണ്ടാവും, ദുഃഖമുണ്ടാവും. അവർ പരസ്യം പിൻവലിച്ചെന്ന് വരാം. അതുകൊണ്ട് ബോധപൂർവം മാരുതി കമ്പനിയെ സഹായിക്കാൻ വേണ്ടി മാരുതി എന്നോ എസ്പ്രസോ എന്നോ ഇവരാരും പറഞ്ഞില്ല. ഇത്തരം ഖേദകരമായ സത്യം ജനങ്ങൾ അറിയുന്നു പോലുമില്ല. ദുരന്തത്തിന്റെ ഭീകരതയിൽ നടുങ്ങിയിരിക്കുന്ന മനുഷ്യർ മാധ്യമങ്ങൾ ഒളിച്ചു കടത്തുന്ന ഇത്തരം അജണ്ടകൾ തിരിച്ചറിയുന്നു പോലുമില്ല എന്നതാണ് വാസ്തവം. ജമ്മു IITയിൽ ജോലി ചെയ്യുന്ന ജഗത് എന്ന ചെറുപ്പക്കാരൻ ഒരു സന്ദേശം ഞങ്ങൾക്ക് അയച്ചു തരികയുണ്ടായി. ആദ്യം അത് കേൾക്കുക. ഇതിനകത്ത് സംഭവം ഇലക്ട്രിക്കൽ ഷോർട്ട് സർക്യൂട്ട് എന്നുമാണ് MVD ഒക്കെ പറയുന്നത്. കാരണം ഈ കാറിനകത്ത് പുള്ളി എന്തോ മോഡിഫിക്കേഷൻ ചെയ്തിട്ട് ക്യാമറയൊക്കെ സെറ്റ് ചെയ്തെന്നോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടോ. അതൊക്കെ ഇപ്പം നമ്മള് കാറിനകത്ത് ഓതറൈസ്ഡ് ആക്സസറീസ് വെക്കുന്നതിന് തെറ്റൊന്നുമില്ല. കാരണം മാരുതി തന്നെ ആക്സസറീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആക്സസറീസ് ഇവർ കൊടുക്കാൻ പാടില്ലല്ലോ. കാരണം മാരുതിയുടെ തന്നെ ഡീലർഷിപ്പിൽ നിന്ന് അവരുടെ തന്നെ ജെന്യൂൻ ആക്സസറീസ് എന്നും പറഞ്ഞിട്ട് ഓഡിയോ സിസ്റ്റവും ക്യാമറയും അതും ഇതൊക്കെ അവർ വിൽക്കുന്നുണ്ടല്ലോ. അപ്പം ആ സാധനങ്ങൾ വിൽക്കുമ്പോഴും അത് അതിനകത്തോട്ട് പ്ലഗ് ചെയ്ത് കയറ്റാനുള്ള ഒരു ഇത് കാണുമല്ലോ. പക്ഷേ ഇത് ബേസിക്കലി ഇത് തീ പിടിച്ചതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ആളിക്കത്തിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് പെട്ടെന്ന് കത്തുന്ന രീതിയിലുള്ള കമ്പോണൻസ് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരുന്നത്. കാരണം എസ്പെഷ്യലി നമ്മൾ ഈ വലിയ വലിയ വെഹിക്കിൾസും കാറുകളും സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനൊരു ഫയർ ഇൻസുലേഷൻ അല്ലെങ്കിൽ ഒരു ഫയർ ഇൻസുലേഷൻ കോട്ടിങ് കൊടുക്കും ഈ സാധനത്തിനൊക്കെ. ഈ പ്ലാസ്റ്റിക് സാധനത്തിന് അങ്ങനെ പെട്ടെന്ന് ഫയർ കയറി പിടിക്കാൻ പാടില്ല. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊക്കെ ഇപ്പം പരസ്യം കണ്ടിട്ടില്ലേ, ഫ്ലെയിം റിട്ടാർഡന്റ് കേബിൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഫ്ലെയിം റിട്ടാർഡന്റ് കോട്ടിങ്ങോ കേബിളുകളോ സംഭവങ്ങളോ ഒന്നും ഇതിനകത്തില്ല. കാരണം ഇത് വില കുറച്ചിറക്കുന്ന വണ്ടിയായത് കാരണം ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനങ്ങൾ ഇട്ട് അവർ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാർ മോസ്റ്റ് അൺസേഫ് കാർ എന്നും പറഞ്ഞിട്ട് ഗ്ലോബൽ NCAP അവര് റേറ്റിംഗ് കൊടുത്തത്. അപ്പം ഈ സേഫ്റ്റിയിൽ ഈ 0 സ്റ്റാർ കിട്ടിയ കാറ്, അതായത് ആഗോള സേഫ്റ്റി ടെസ്റ്റിൽ 0 സ്റ്റാർ കിട്ടിയ കാർ എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇന്ത്യയിൽ വിൽക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഈ കാറ് കത്തിയോ അതൊന്നുമുള്ള സംഭവങ്ങളല്ല. സേഫ്റ്റി അത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. കാരണം നമുക്ക് ജീവനോട് ഇരുന്നാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അപ്പൊ ഈ ജനങ്ങളുടെ ഇത് വെച്ച് മാരുതി എന്തിനാണ് കളിക്കുന്നത്? അപ്പൊ ഇതുപോലെ തന്നെ സ്വിഫ്റ്റിന് കിട്ടിയത് 1 സ്റ്റാറാ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന കാറാ 1 സ്റ്റാർ. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, ഈ സേഫ്റ്റി ഇഷ്യൂ. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു അന്വേഷണം നടത്തിയപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഈ മാരുതി എസ്പ്രസോ ക്രാഷ് ടെസ്റ്റിൽ 0 റേറ്റിംഗ് നേടിയതാണ്. എങ്ങനെയാണ് ക്രാഷ് ടെസ്റ്റിൽ 0 റേറ്റിംഗ് നേടിയ ഒരു കാറ് നമ്മുടെ നിരത്തിലൂടെ പോകുന്നത്? ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും അധികം വിറ്റുപോകുന്ന കാറുകളുടെ പട്ടികയിൽ 18ാം സ്ഥാനമുണ്ട്.
മാരുതി തന്നെ നിരവധി കാറുകൾ ഇറക്കുന്നു എന്ന് ഓർക്കണം. അവിടെ 18ാം സ്ഥാനമുണ്ട്. നിരവധി കാറുകൾ വിറ്റുപോകുന്നു. എത്ര പേർക്കറിയാം ഇത് ക്രാഷ് ടെസ്റ്റിൽ 0 റേറ്റിംഗ് മാത്രം കിട്ടിയ കാറാണെന്ന്? എത്ര പേർക്കറിയാം മാരുതിയുടെ സ്വിഫ്റ്റിന് കാർ ക്രാഷ് ടെസ്റ്റിൽ 1 സ്റ്റാർ മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്ന്? എന്തുകൊണ്ടാണ് ഇതൊക്കെ മാധ്യമങ്ങൾ മറച്ചു വയ്ക്കുന്നത്? ഇത്രയും ഒരു അപകടമുണ്ടായാൽ അപ്പോൾ തവിടുപൊടിയാകുന്ന ഈ കാറുകൾ എങ്ങനെയാണ് ക്രാഷ് ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടും നമ്മുടെ നിരത്തിലിറങ്ങുന്നത്? എന്തുകൊണ്ടാണ് അധികാരികൾ മനുഷ്യരുടെ ജീവൻ പന്താടാൻ അവസരം കൊടുക്കുന്നത്? നമ്മൾ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അപകടം ഉണ്ടായ ഉടനെ ന്യായീകരണങ്ങളും എത്തി. മോട്ടോർ വാഹന വകുപ്പും കുടപിടിക്കുന്നു. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ അപകടം ഉണ്ടായപ്പോൾ തന്നെ ഈ കാർ കമ്പനിയെ രക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി കാറിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്ത പുറത്തു വരുന്നു. അവർ പറയുന്നു കാറിൽ എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്, ഡാഷ് ക്യാമറ ഫിറ്റ് ചെയ്തിരുന്നു, സ്പീക്കർ ഫിറ്റ് ചെയ്തിരുന്നു എന്നൊക്കെ. അത് ബോധപൂർവം, ഇത് ഞങ്ങളുടെ കുഴപ്പമല്ല. ഈ ഇലക്ട്രിക് സർക്യൂട്ട് ഉണ്ടായിരിക്കുന്നത് ഇവർ എക്സ്ട്രാ ഫിറ്റിംഗ് നടത്തിയപ്പോൾ സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാനുള്ള വാർത്തയാണത്. അത് നമ്മൾ അറിയാത്ത അജണ്ടയുടെ ഭാഗമാണ്. ഈ എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടാണോ ഈ ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല, കണ്ടെത്തിയിട്ടില്ല. എന്നിട്ടും എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടാണ് എന്ന് നമ്മൾ പറയുന്നു. അത് ഗൗരവമേറിയ വിഷയമല്ലേ? എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടാണോ അതോ യഥാർത്ഥത്തിൽ ഈ മാരുതി എക്സ്പ്രസോ എന്ന് പറയുന്ന സുരക്ഷയില്ലാത്ത കാറിന്റെ വയറിങ്ങിന്റെ കുഴപ്പം കൊണ്ടാണോ ഈ തീ പിടിച്ചത് എന്ന് അന്വേഷിക്കണ്ടേ? ആദ്യം അന്വേഷിക്കുന്നതിന് മുൻപ് ഇത് എക്സ്ട്രാ ഫിറ്റിംഗ് കൊണ്ടാണ് എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ്? ഇത് മാത്രമല്ല, എക്സ്ട്രാ ഫിറ്റിംഗ് അപകടകരമാണെങ്കിൽ എന്തിനാണ് അനുവദിക്കുന്നത്? ഒരു കാരണവശാലും ഒരു കാറിലും എക്സ്ട്രാ ഫിറ്റിംഗ് പാടില്ല എന്ന നിയമമുണ്ടാക്കി ആ എക്സ്ട്രാ ഫിറ്റിംഗ് അവസാനിപ്പിച്ചുകൂടെ? എക്സ്ട്രാ ഫിറ്റിംഗിനുള്ള സാധനങ്ങൾ ഈ മാരുതി കമ്പനിയും ടൊയോട്ട കമ്പനിയും തന്നെയല്ലേ വിൽക്കുന്നത്? അവരുടെ ഷോറൂമിൽ തന്നെയല്ലേ എക്സ്ട്രാ ഫിറ്റിംഗ് സംഘടിപ്പിച്ചു തരും. നമ്മൾ കാർ വാങ്ങി കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും എക്സ്ട്രാ ഫിറ്റിംഗ് വേണമെന്ന്. വേണമെന്ന് പറഞ്ഞാൽ എന്തൊക്കെ വേണമെന്ന് പറയും. ഇവരല്ലേ ഫിറ്റ് ചെയ്ത് തരുന്നത്? ഈ സുരക്ഷയ്ക്ക് കുഴപ്പമുണ്ടെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് ഇത് ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നത്? അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് മാരുതി അടക്കം ടൊയോട്ട അടക്കം കേരളത്തിലെ കാർ കമ്പനികൾ എക്സ്ട്രാ ഫിറ്റിംഗ് നടത്തുന്നത് നിരോധിക്കുക, അത്തരം സാധനങ്ങൾ അവസാനിപ്പിക്കുക. ഇത് ബോധപൂർവം അപകടമുണ്ടാക്കാൻ വേണ്ടിയാണോ ഇവരിത് ചെയ്യുന്നത്? എന്തുകൊണ്ട് നിരോധിക്കാനും ഇതിന് തടയിടാനും കഴിയുന്നില്ല? വളരെ ഖേദകരമാണ്. ഇത്തരം അപകടകരമായ കാറുകൾ, ഏതൊക്കെ കാറുകളാണ് സുരക്ഷയില്ലാത്തത്, ഏതൊക്കെ കാറുകളാണ് മനുഷ്യന് ജീവൻ എടുക്കുന്നത് എന്ന് കൃത്യമായി വിശകലനം നടത്തി പുറത്തുവിടേണ്ട ബാധ്യത മോട്ടോർ വാഹന വകുപ്പിനുണ്ട്. രാജ്യരാമാനം പാവപ്പെട്ട ടൂറിസ്റ്റ് ബസ്സുകളെ കൊണ്ട് നിങ്ങൾ കളർ മാറ്റിച്ചു. അതുകൊണ്ട് എന്ത് സുരക്ഷാ മേന്മയുണ്ടാവുമെന്നാണ് നിങ്ങൾ പറയുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ്? ആരോ എന്തോ പറഞ്ഞു, കോടതി എന്തോ പറഞ്ഞു, അത് വേണ്ടതുപോലെ വാദിക്കാൻ കഴിയാതെ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ ഒഴിവാക്കിക്കോട്ടെ, അലങ്കാരങ്ങൾ ഒഴിവാക്കിക്കോട്ടെ, പക്ഷേ ഒരു സുപ്രഭാതത്തിൽ എല്ലാ കാറുകളോടും വെള്ള പെയിന്റ് അടിക്കണമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ്? പുതുതായി ഇറങ്ങുന്ന കാറുകൾ വെള്ള പെയിന്റ് അടിക്കട്ടെ എന്ന് പറയാം. എന്തുകൊണ്ടാണ് KSRTCയുടെ വാഹനങ്ങൾക്ക് ഇത് ബാധകമല്ലാത്തത്? KSRTCയുടെ രാത്രിയിൽ ഓടുന്ന കോച്ചുകൾ അതിപ്പോഴും അവരുടെ ഡിസൈനിലാണ്. അപ്പോൾ അവർക്ക് സുരക്ഷ ബാധകമല്ലേ? 3-4 ലക്ഷം രൂപ മുടക്കിയാണ് ടൂറിസ്റ്റ് ബസ്സുകൾക്ക് ഇത് ചെയ്യേണ്ടി വന്നത്. ഇത്തരം ദ്രോഹങ്ങൾ നിങ്ങൾ സുരക്ഷയുടെ പേര് പറഞ്ഞ് ചെയ്യിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അടിസ്ഥാനപരമായി ഇത്തരം പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നില്ല? വളരെ ഗൗരവമേറിയ വിഷയമാണ്. മാധ്യമങ്ങളെ നിങ്ങളും നാണം കെടണം. ഓരോ മനുഷ്യന്റെയും ജീവൻ എടുക്കുന്ന തരത്തിലേക്ക് കാറ് കമ്പനികൾ മാറുമ്പോൾ, ഒട്ടും സുരക്ഷിതമില്ലാത്ത കാറുകൾ നിരത്തിലിറങ്ങുമ്പോൾ നിങ്ങൾക്കിത് പറയാൻ കഴിയുന്നില്ല. ഞാൻ ഇന്ന് രാവിലെ മാരുതി എക്സ്പ്രസ് എന്ന കാറിനെ കുറിച്ച് അന്വേഷിച്ച് നോക്കി. എന്നാൽ അതിന്റെ ഡിസൈൻ കണ്ടാലോ SUV ആണെന്ന് തോന്നും. മിനി SUV എന്നാണ് മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. സകല വിലയിരുത്തലുകളും കാർ കമ്പനികൾക്ക് വേണ്ടി അവർ കാശ് കൊടുക്കും, അവർക്ക് അനുകൂലമായി എഴുതും. ഈ കാർ മോശമാണ്, ഇതിന് 1 സ്റ്റാറേ ഉള്ളൂ എന്ന് കണ്ടെത്തണമെങ്കിൽ പണി അറിയാവുന്ന ആരെങ്കിലും, ഇപ്പോൾ ജഗത്തിനെ പോലെ ഒരാൾ പറഞ്ഞാലേ കണ്ടെത്താൻ കഴിയൂ. നമുക്കാർക്കും അറിയില്ല. എല്ലാ കാർ കമ്പനികളുടെ വിലയിരുത്തലുകളും കാർ കമ്പനികളോട് കാശ് മേടിച്ച് അവർക്ക് അനുകൂലമായാണ്. ജനങ്ങളുടെ സുരക്ഷയെ ബാധിക്കുന്നതാണ്, അപകടം പിടിച്ചതാണ് എന്ന് പറയാൻ ആരുമില്ല. വളരെ ദയനീയമായ അവസ്ഥയാണ്. ഈ കാർ കമ്പനി എങ്ങനെയാണ് 1 CC ഉള്ള ഈ കാറിൽ ഇത്രയധികം ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയും? ആകെപ്പാട് ഈ കാറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതാണ്. കാറിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ലതായതുകൊണ്ട് ആളുകൾ കാർ വാങ്ങുന്നു. ഇതുപോലെ തന്നെയാണ് മിക്ക കാറുകളും. ആർക്കും അറിയില്ല എന്ത് സുരക്ഷ. ഞാൻ ഹോണ്ട സിറ്റി ഉപയോഗിച്ചിരുന്നു ഒരു കാലത്ത്. ഞാൻ അവസാനിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ഒരിക്കൽ ആയുർവേദ കോളേജ് ജംഗ്ഷനിൽ വെച്ച് ഞാൻ ഒരു കൈനറ്റിക് ഹോണ്ട ഒരു സ്കൂട്ടറുമായി കൂട്ടിയിടിക്കുന്നു. അത് എന്റെ കുഴപ്പമില്ല. ഞാൻ നേരെ മുമ്പോട്ട് പോകുമ്പോൾ ഓർക്കണം ഡിവൈഡറുള്ള റോഡാണ്. ഡിവൈഡർ റോഡിന്റെ അപ്പുറത്ത് വെച്ച് ജാഥ പോകുന്നു. ജാഥയെ മറികടക്കാൻ വേണ്ടി ഞാൻ മുൻപോട്ട് പോകുന്ന എന്റെ മുമ്പിലേക്ക് ഒരാൾ ഒരു സ്കൂട്ടർ ഓടിച്ചു വരികയാണ്. ഞാൻ അയാളെ കണ്ട് ചവിട്ടി നിർത്തി. എന്നിട്ടും ഇയാൾ ഇടിച്ചു കയറ്റി. ഓർക്കണം, ഞാൻ ചവിട്ടി നിർത്തി എന്റെ കാറിലേക്കാണ് ഇയാൾ ഇടിച്ചു കയറ്റുന്നത്. ഞാൻ നോക്കുമ്പോൾ എന്റെ കാറിന്റെ ഹോണ്ട സിറ്റിയാണ്, 12-13 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിയ കാറാണ്. എന്റെ കാറിന്റെ മുൻവശത്തെ ബമ്പർ അടക്കം എല്ലാം പോയി. എന്ന് മാത്രമല്ല കാർ ശകലം ചളുങ്ങി. പക്ഷേ ഈ കൈനറ്റ് ഹോണ്ട എന്ന് പറഞ്ഞ കൊച്ചു സ്കൂട്ടറിന് ഒന്നും പറ്റിയില്ല, ഒരു പോറൽ പോലും പറ്റിയില്ല, ഒരു ചെറിയ പെയിന്റബിൾ. അയാൾ വിട്ടുപോയി. അയാൾ ചാടി ഇറങ്ങി സോറി പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ ആ കാറിനൊരു കുഴപ്പമില്ല. ഞാൻ അന്തിച്ചു പോയി. ഞാൻ നോക്കിയപ്പോൾ സ്കൂട്ടറിനൊരു കുഴപ്പമില്ല. അതായത് ഒരു സ്കൂട്ടർ ഇടിച്ചപ്പോൾ
തകർന്നു പോയതാണ് എൻ്റെ കാറിന്റെ മുൻവശം. ഞാൻ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ഈ കാറിന്റെ സുരക്ഷ എന്നെ ആശങ്കപ്പെടുത്തി. അങ്ങനെ ഇരിക്കാൻ ഒരു ദിവസം പാളയത്ത് പബ്ലിക് ലൈബ്രറിയുടെ മുമ്പിൽ സിഗ്നലിൽ ഞാൻ നിർത്തിയിട്ടിരിക്കുന്ന എൻ്റെ കാറിന്റെ പിന്നിലേക്ക് വന്നൊരു പഴയ മാരുതി 800 ഇരിക്കുന്നു. ഞാൻ എന്താണെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ പറയാ ബ്രേക്ക് കിട്ടിയിരുന്നത്. ഞാൻ നോക്കുമ്പോൾ കാണുന്ന സ്ഥിതി എന്താണെന്ന് അറിയാമോ? എൻ്റെ കാറിന്റെ പുറവശ അകത്തേക്ക് കയറിപ്പോയി. ഈ വണ്ടിയുടെ മുൻവശത്തെ ഇടിയിൽ റേഡിയേറ്റർ തകർന്നു എന്നാണ് ഞാൻ പിന്നീട് പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത്. ഞാൻ അതോടെ ആ കാർ ഉപേക്ഷിച്ചു. ഞാൻ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും സുന്ദരമായ ഡിസൈനും ഭംഗിയുമുള്ള കാറാണ് ഈ പറയുന്ന ഹോണ്ട സിറ്റി. അതിന്റെ അവസ്ഥയാണ് പറയുന്നത്. ഇവിടെ സാധാരണക്കാർ ഉപയോഗിക്കുന്ന കാറിന് സുരക്ഷയില്ല. കാറിന്റെ ലാഭം കൂട്ടുന്നതിന് വേണ്ടി, വില കുറയ്ക്കാൻ വേണ്ടി പരമാവധി വിട്ടുവീഴ്ചകൾ ചെയ്യുന്നു. എല്ലാവരും വാങ്ങുന്നത് കാറിന്റെ മിനിമം റേഞ്ച് ആണ്, എന്നിട്ട് എക്സ്ട്രാ ഫിറ്റിംഗ് ചെയ്യുന്നു. അതാണ് ലാഭം എന്ന് പറയുന്നു. പക്ഷെ ഇവർ ലാഭിക്കുന്നത് ഇൻസുലേഷനിലായിരിക്കാം, ഇവർ ലാഭിക്കുന്നത് ബാറ്ററിയിലായിരിക്കാം, ഇവർ ലാഭിക്കുന്നത് ഗുണനിലവാരം കുറഞ്ഞ വസ്തുക്കളിലായിരിക്കും. അങ്ങനെ കാറിന് സുരക്ഷയില്ലാതായിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ സാധാരണ കാറുകൾക്ക് ഒരു സുരക്ഷയുമില്ല. എവിടെ അപകടമുണ്ടായാലും സാധാരണ കാറുകൾ തകർന്നടിയുന്നു. പാവപ്പെട്ടവൻ പരമാവധി വില കുറച്ച് കാർ വാങ്ങാൻ പോകും. ഞാൻ നോക്കി 4.5 ലക്ഷം രൂപ മുതൽ 6.5 ലക്ഷം രൂപ വരെ മാത്രമേ ഈ മിനി SUV എന്ന് പറഞ്ഞ എക്സ്പ്രസ്സോയ്ക്കുള്ളൂ. അങ്ങനെ വില കുറച്ച് കൊടുക്കണമെങ്കിൽ പരമാവധി ലാഭിക്കണം. ഇത് മനുഷ്യന്റെ ജീവൻ എടുക്കുന്നതാണ് എന്ന് തിരിച്ചറിയുക. ഇതിനെ നിയമപരമായി നിരോധിക്കാൻ മിനിമം സുരക്ഷയില്ലാത്ത ഒരു കാറും നിരത്തിലുണ്ടാവാൻ പാടില്ല. കാരണം ആളുകൾക്ക് കാറിൽ യാത്ര ചെയ്യാൻ ആഗ്രഹമുണ്ട്. പരമാവധി വില കുറഞ്ഞ കാറിൽ യാത്ര ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി വിപണിയിലേക്ക് വില കുറഞ്ഞ കാർ ഇറക്കുമ്പോൾ സുരക്ഷ അവർ മറന്നുപോകുന്നു. ഇത് അവസാനിപ്പിച്ച മതിയാവും. മനുഷ്യന്റെ സുരക്ഷ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യൻ കാർ വാങ്ങുമ്പോൾ അറിയുന്നില്ല അവന്റെ ജീവൻ എടുക്കുമെന്ന്. അപകടം ഉണ്ടാകുമ്പോൾ അവൻ അറിയാൻ പറ്റില്ല, അവൻ മരിച്ചു പോകും. കാറിന്റെ സുരക്ഷ ഉറപ്പാണ്. എന്തെങ്കിലും ചെയ്താൽ മതിയാവും. ഈ ക്രാഷ് ടെസ്റ്റ് അടക്കമുള്ളവയുടെ വിശദാംശങ്ങൾ കാർ വാങ്ങുന്നവരെ ബോധ്യപ്പെടുത്തി വേണം ഇത് വിൽക്കാൻ. സിഗരറ്റ് ആരോഗ്യത്തിന് കുഴപ്പം, മദ്യം ആരോഗ്യത്തിന് കുഴപ്പം എന്ന് പറയുന്നത് പോലെ കാറുകളുടെ ക്രാഷ് ടെസ്റ്റിന്റെ റിസൾട്ടും കാർ വാങ്ങാൻ വരുമ്പോൾ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെക്കണം. പരസ്യം ചെയ്യുമ്പോൾ പറയണമെന്ന് നിയമം കൊണ്ടുവന്നേ മതിയാവൂ.